വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ തുടങ്ങി വെച്ച ആയത്താണ് നമ്മൾ ഓതിയത്. മനുഷ്യരെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെ പരിപാലിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അല്ലാഹുവാണ് നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് സൃഷ്ടിപ്പ് തുടങ്ങിയത്, ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന്. വഖലഖ മിൻഹാ സൗജഹാ, ആ ഒരു നഫ്സ്, ആ ഒരു ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് ഒരുപാട് മക്കളെ ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഒരുപാട് പേരെ പടച്ചവനാണ് അല്ലാഹു. ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ. തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് എന്ന് വളരെ കൃത്യമായി അല്ലാഹു നോക്കി പരിപാലിച്ച് അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ, കുടുംബ ബന്ധം സൂക്ഷിക്കണേ, മാതാപിതാക്കളെ, ജ്യേഷ്ഠാനിയന്മാരെ, അനിയത്തിമാരെ, കുടുംബ ബന്ധങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണമേ. കുടുംബ ബന്ധം പറഞ്ഞ് അല്ലാഹുവിനെ ഓർക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആജ്ഞാപിച്ചിരിക്കുക. അങ്ങനെ ആ സൂറത്തുൻ നിസാ ആരംഭിക്കുന്നത്. ജീവിതത്തിന്റെ വലിയ സമ്പാദ്യം മക്കൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇന്ന മിനദ്ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ബിൽ അയാൻ. ചില തെറ്റുകൾ പൊറുക്കപ്പെടണമെങ്കിൽ മക്കളെ ചൊല്ലിയുള്ള വേവലാദികളെ കൊണ്ടല്ലാതെ, മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കുണ്ടാകുന്ന തലവേദന കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത ചില തെറ്റുകളുണ്ട്. അല്ലാഹു അത് പൊറുക്കണമെങ്കിൽ മക്കളാൽ ഒരു പ്രയാസം, ഒന്നുകിൽ കെട്ടിക്കാൻ നേരം വൈകിട്ടുണ്ട്. ഒരാൾ അങ്ങനെ പറഞ്ഞു, 35 വയസ്സായി പെങ്ങൾക്ക് കല്യാണം വന്നിട്ടില്ല. അല്ലാഹു ആ സഹോദരിക്ക്, അതുപോലെയുള്ള വിവാഹം ആലോചിക്കുന്ന സഹോദരിമാർക്കൊക്കെ യോജിച്ച ഇണകളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ട്, അവർക്കൊക്കെ ദീനിൽ അവരെ സഹായിക്കുന്ന ഇണകളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളെ ചൊല്ലിയുള്ള ഈ വേവലാദികളെ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത ചില പാപങ്ങൾ. ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പെൺകുട്ടി ഒരു പൂജാരിയുടെ കൂടെ ഇറങ്ങിയോടി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ അറിഞ്ഞോ? അത് അത്ര പെട്ടെന്നല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടേ, നല്ലത് പറഞ്ഞാലും വേ എത്തും, ചീത്ത പറഞ്ഞാലും വേ എത്തും, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എത്തിക്കളയും. ആയിക്കോട്ടെ, പക്ഷെ നമുക്കൊരു വിഷമുണ്ട് അതില്. നമ്മുടെ ഒരു മുസ്ലിം കുട്ടിയല്ലേ, ആ കുട്ടി എങ്ങാനും ഇസ്ലാമിൽ നിന്ന് മതം മാറിപ്പോയാൽ റിദ്ദത്താണ്, മുർത്തദ്ദാണ്, നരകമാണ് പിന്നെ ശിക്ഷയുള്ളത്. ആ കുട്ടിയെ പോറ്റി വളർത്തിയ ഉമ്മ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടേ കുട്ടി ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ ഭർത്താവിന്റെ വീട്ടുകാരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ടൗണിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഉമ്മ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ടൗണിൽ കൊണ്ട് ഇറക്കി കൊടുത്തു. ഓൾ ഇവനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്, അവന്റെ കൂടെ അങ്ങ് പോയി. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെ താലോലിച്ചുണ്ടാക്കുന്ന മക്കളാണ് നമ്മുടെ മക്കളൊക്കെ, എങ്ങനെ നമ്മൾ വളർത്തുന്നത്. അവർക്കൊരു ചെരുപ്പ് വാങ്ങിക്കുമ്പോ എത്ര ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കണത് അല്ലേ? ഇത് നല്ല തന്നെയാണോ? ഷർട്ട് എടുക്കുമ്പോ, ഡ്രസ്സ് എടുക്കുമ്പോ ഇത് ചൂടെടുക്കുമോ കുട്ടിക്ക്? പാമ്പേഴ്സ് വാങ്ങിക്കുമ്പോ, ഡയാപ്പർ വാങ്ങിക്കുമ്പോ നല്ല കമ്പനി ആയിക്കോട്ടെ, എന്ത് കുഞ്ഞിന് മുറിവായി പോണ്ട. ഇങ്ങനെയൊക്കെ വളർത്തിയുണ്ടാക്കിയ മക്കൾ, അവർക്ക് സ്വന്തമായി നടക്കാനും തീരുമാനിക്കാനും ഓടാനും ഒക്കെ പ്രായമാകുമ്പോ സ്വന്തം മാതാപിതാക്കളെ ഇട്ടേച്ച് ഓടുമ്പോ ആ ഉമ്മയുടെ വാപ്പയുടെ മനസ്സിലെ വേദന ഇവിടെ കൊണ്ടുപോയി വെക്കും. എന്തായിരിക്കും ആ സങ്കടം? അങ്ങനെയൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടായാൽ അല്ലാഹു അവരുടെ ഒരുപാട് പാപങ്ങൾ അതുകൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്കൊന്നും ബുദ്ധിമോശം സംഭവിക്കാതെ, മൃഗങ്ങളെ പോലെ
ഭോഗത്തിന് മാത്രം ജീവിക്കുന്ന മൃഗങ്ങൾ പോലും അങ്ങനെയല്ല. അതായത് മൃഗങ്ങൾ പോലെ എന്ന് പറയാനും പറ്റില്ല. ദുർനടപ്പുകാരായ മനുഷ്യരെ പോലെ എന്ന് ഞാൻ പറയട്ടെ. വെറും ഭോഗിക്കാനും സുഖിക്കാനും മാത്രം ജീവിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ മക്കളുടെ ചിന്തകൾ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ. നമ്മുടെ മുതിർന്നവരും ചെറിയവരും ഏതു നേരവും വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ, വ്യഭിചാരത്തിന്റെ ചർച്ചകൾ, വ്യഭിചാരത്തിന്റെ ചിന്തകൾ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പോവാൻ, ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോവാൻ. പക്ഷേ ما تركت بعدي فتنة أشد على الرجال من النساء. ഞാൻ പോയാൽ നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്ന പെണ്ണുങ്ങളാണ്. എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് അവരുടെ ദീനും ബുദ്ധിയും നഷ്ടപ്പെടാൻ പെണ്ണുങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഫിത്ന എന്റെ കാലശേഷം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ കരുതിയിരിക്കണേ. എന്റെ കാലശേഷം നിങ്ങൾക്ക് വരാനുള്ള ഏറ്റവും വലിയ ഫിത്ന അതാണ്, പെണ്ണുങ്ങൾ. നിങ്ങളുടെ ഈമാൻ വരെ നഷ്ടപ്പെടാൻ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം നഷ്ടപ്പെടാൻ. മതിയോ? റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. അല്ലാഹു നിങ്ങളോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലാഹുവിന് നിങ്ങളോട് പൊരുത്തമാണോ എന്നറിയാൻ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയാൽ മതി. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ, അവർക്ക് നിങ്ങളോട് പൊരുത്തമാണോ? അല്ലാഹു ജല്ല ജലാലു നിങ്ങളോട് പൊരുത്തമാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ? വെറുതെ ദേഷ്യം പിടിക്കണ മാതാപിതാക്കൾ ഉണ്ടാവും. അവരോട് സോറി, നിങ്ങൾക്ക് തെറ്റ്. വെറുതെ മക്കളോട് ശത്രുത കാണിക്കുന്ന മാതാപിതാക്കൾ വളരെ അപൂർവമാണ്, എന്നാലും കാണും. അതല്ല, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വകയുണ്ടായിരിക്കത് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചുകൊണ്ടോ അവരെ വേദനിപ്പിച്ചുകൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അവരുടെ കണ്ണീരൊഴുകിയാൽ അള്ളാഹുവിന്റെ അർശ് കടന്ന് പിടക്കുന്ന അവരല്ലാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹുവിന് അവരോട് ദേഷ്യമാണ്. സഖത്തുല്ലാഹ് ഫീ സഖത്തുൽ വാലിദൈൻ. അള്ളാഹുവിന്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ്. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് എഞ്ചിനീയറിംഗിന് പോയാൽ കിട്ടുന്ന ഹദീസല്ല. അവര് മെഡിസിൻ പഠിച്ചാൽ ഇതവിടെ ചർച്ചയല്ല. നമ്മുടെ മക്കള് BBAയോ MBAയോ MCAയോ എന്തെടുത്താലും അവരുടെ കരിക്കുലത്തിൽ ഇതൊന്നും ചർച്ച വരൂല. ഇത് പഠിപ്പിക്കുന്നത് ദീനാണ്, അള്ളാഹുവിന്റെ ശരീഅത്താണ് ഇത് പഠിപ്പിക്കുക. അല്ലാത്തവർക്ക് അത് ചർച്ചാ വിഷയം പോലുമല്ല. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ ആമുഖമായി ഞാൻ പറഞ്ഞിടാൻ, മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തേക്കണം. മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കിൻ. ഇന്ന് കേൾക്കാനും അറിയാനും നമ്മൾ വായന കുറഞ്ഞു പോയ കാലമാണ്. അതുകൊണ്ട് അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള ഒരുപാട് സംവിധാനങ്ങൾ CD ആയിട്ടോ യൂട്യൂബ് ആയിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ കേൾക്കാനും കാണാനും, മനുഷ്യൻ നോക്കി വായിക്കാൻ മടിയുള്ള കാലത്ത് ഒരുപാട് കാണാനും കേൾക്കാനും അല്ലാഹു അവസരം തന്നില്ലേ? മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കിൻ, മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കിൻ. ഇല്ലെങ്കിൽ നഷ്ടമാണ്. അല്ലാഹു നമ്മുടെ സമൂഹത്തിന് അപമാനകരമായ ഒരു സംഭവങ്ങളും ഇനി ഒരിക്കലും സംഭവിക്കാതെ ഈ നാടിനെ വിശേഷിച്ചും മുസ്ലിം പ്രദേശങ്ങളിൽ അല്ലാഹുവിന്റെ കാവൽ മൊത്തത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.